മക്കളെ വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് CBSE ക്ലാസ് 10th ചാപ്റ്റർ 13 സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 13.3 സൊല്യൂഷൻസുകളാണ്. ഓക്കെ, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിലെ മീൻ ചെയ്തു, അതേപോലെ തന്നെ മോഡ് ചെയ്തു, മീഡിയൻ, അങ്ങനെ 3 കാര്യങ്ങളാണ് നമുക്കിതിലുള്ളത്. ഓക്കെ, മീനും മോഡും നമ്മൾ ചെയ്തു, ഇനി നമുക്ക് മീഡിയൻ ഉണ്ട് ചെയ്യാനാ. അപ്പോൾ ആ ചോദ്യങ്ങൾ എങ്ങനെയാണ്, അതെങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു എക്സസൈസിൽ നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the following frequency distribution give the monthly consumption of electricity of 68 consumers of a locality. Find the median, mean and mode of the data and compare them. ഇവിടെ 3 കാണാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കേട്ടോ. മീൻ കാണണം, മീഡിയൻ കാണണം, മോഡ് കാണണം. ആദ്യം നമുക്ക് മീഡിയൻ കാണാൻ പറഞ്ഞു, പിന്നെ മീന്, പിന്നെ മോഡ്. ഓക്കെ, മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഇവിടെ എഴുതി. എന്താണ്? L+N/2 - CF/F × H ആണ്. ഇതാണ് മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ. ഇനി മീഡിയൻ ക്ലാസ്, ആദ്യം നമ്മൾ മീഡിയൻ ക്ലാസ് കാണണം. അതിന് നമ്മളിവിടെ ഈ ഫ്രീക്വൻസികൾ ഉണ്ടല്ലോ, FI എന്ന് എഴുതിയ ഫ്രീക്വൻസികൾ, അതിൻ്റെ അപ്പുറത്ത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു ടേബിളും കൂടി ഉണ്ടാക്കണം. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറഞ്ഞുതരാം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ആഡ് ചെയ്യും. ഫസ്റ്റ് ഫ്രീക്വൻസി അത് തന്നെ ആയിരിക്കും, പിന്നെ ഓരോ ഫ്രീക്വൻസികൾ ഇങ്ങനെ ആഡ് ചെയ്ത് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ചെയ്തു. ആ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലെ N/2 അഥവാ N എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീക്വൻസി, ഈ സമ്മ് അഥവാ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിന്റെ ലാസ്റ്റ് കിട്ടുന്ന നമ്പർ, അതാണ് N എന്ന് പറയുന്നത്. അതിന്റെ പകുതി എവിടെയാണോ വരുന്നത് ആ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് മീഡിയൻ ക്ലാസ്. ഓക്കെ, ഇനി ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവട്ടോ ഇതിന്റെ ആൻസർ ചെയ്യുമ്പോൾ. ഇനി L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീഡിയൻ ക്ലാസിന്റെ N നമ്പർ ഓഫ് ഒബ്സർവേഷൻ, L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീഡിയൻ ക്ലാസിന്റെ ലോവർ ലിമിറ്റ്. ഇനി CF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീഡിയൻ ക്ലാസിന്റെ തൊട്ട് മുമ്പുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ക്ലാസ് പ്രിസീഡിങ് ദ മീഡിയൻ ക്ലാസ്. F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസി. H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് വിഡ്ത്ത് അല്ലെങ്കിൽ ക്ലാസ് സൈസ്. ഓക്കെ, ഇനി മീഡിയൻ കാണണം എന്നുള്ള ഇക്വേഷൻ ഞാൻ കൊടുത്താൽ പറഞ്ഞു. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് ടേബിൾ വേണമെന്നുള്ള, അത് ഇവിടെ എഴുതിയിട്ടുണ്ട് നോക്കുക. ആദ്യം ഈ 4 ഇങ്ങോട്ട് എഴുതും, പിന്നെ 4 + 5 9, 9 + 13 22, 22 + 20 42, 42 + 14 56, 56 + 8 64, 64 + 4 68 കിട്ടും. ഇനി N എന്ന് പറയുന്നത് 68 ആണ്, അഥവാ ഫ്രീക്വൻസിന്റെ സമ്മ് എന്ന് പറയുന്നത് 68 ആണ്. അപ്പോൾ ആദ്യം നമ്മൾ N/2 കാണണം. 68ന്റെ പകുതി 34. ഇനി അത് എവിടെ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് കേട്ടോ. നോക്കിയാൽ 1 to 4 വരെ ഫസ്റ്റത്തിൽ പോയി, 5 to 9 ഇതിൽ പോയി, 10 to 22 ഇവിടെ പോയി, 23 to 42 അതിൽ പെട്ടില്ല. 34 എന്ന് പറയുന്നത് 23 തൊട്ട് 42 വരെ ഈ ക്ലാസ്സിലാണ് വരിക. അതിൽ പെട്ടു നമ്മളുടെ 34 എന്ന് പറയുന്ന ആളും. അപ്പം ഞാൻ ഈ റൗണ്ട് ചെയ്ത ആളാണ് നമ്മളുടെ മീഡിയം ക്ലാസ്. ഇനി നമുക്ക് ഓരോ വാല്യൂസ് ചെയ്താൽ മീഡിയം ക്ലാസ് കിട്ടി 125നും 145നും ഇടയിലാണ്. L എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് 125, N/2 34 ആണ്, അത് കിട്ടി. CF എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള CF എത്രയാ? 22. ഇനി F എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രീക്വൻസി, അത് 20 ആണ്. ഇനി ക്ലാസ് വിഡ്ത്ത് എന്ന് പറയുന്നതോ 65 തൊട്ട് 85, 105 തൊട്ട് 20 ആണ് ക്ലാസ് ലിമിറ്റ് വരുന്നത്. ഇനി അത് ഇട്ട് കൊടുക്കുക. L എന്ന് പറഞ്ഞാൽ 125 പ്ലസ് 34, N/2 - CF, 34 - 22/20 × 20. ഓക്കെ, 34 22 പോകണം. 4 2 പോയാൽ 2, 3 2 പോയാൽ 1. 20 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. സോ 125 + 12 137. ഇതാണ് ഇതിന്റെ മീഡിയൻ എന്ന് പറയുന്നത്, 137. അതാണ് മീഡിയൻ. ഇനി ഇതിന്റെ മീന് കാണണം. മീന് കാണാനുള്ള ഇക്വേഷൻ ഇതാക്കണം. ആദ്യം നമ്മൾ അസ്യൂംഡ് മീനാണ് എടുക്കുക. X bar = A + D bar ആണ്. D bar കാണാനുള്ള ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഒരു എക്സസൈസ് കംപ്ലീറ്റ് ചെയ്താണ് കേട്ടോ. DI എന്ന് പറയുന്നത് XI - A ആണ്. DI കണ്ടുപിടിച്ചിട്ടുണ്ട്. XI എന്ന് പറയുന്നത് ഇതിന്റെ മിഡ് വാല്യൂ ആണ്. 65ന്റെ 85ന്റെ മിഡ് വാല്യൂ കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഡിഫറൻസ് 20 ആണ്. അതിന്റെ പകുതി ഫസ്റ്റത്തേക്ക് കൂട്ടിയാൽ മതി. അപ്പോൾ 65ഉം 10ഉം 75, 85ഉം 10ഉം 95, 105ഉം 10ഉം 115, 25ഉം 10ഉം 35, 45ഉം 10ഉം 55, 65ഉം 10ഉം 75, 85ഉം 10ഉം 95. ഓക്കെ, ഇനി XI കിട്ടി. അതിനുശേഷം DI കാണും. DI എങ്ങനെയാ? ഒരു അസ്യൂംഡ് മീൻ. ഇവിടെ A എന്ന് പറയുന്ന 135നെയാണ് ഞാൻ അസ്യൂംഡ് മീൻ ആയിട്ട് എടുത്തിട്ടുള്ളത്. 135 അസ്യൂംഡ് മീൻ. ഇനി XI - A കാണണം. 75 - 135 60.
ഓക്കെ. ദെൻ 95 മൈനസ് 135 മൈനസ് 40, 115 മൈനസ് 135 മൈനസ് 20, പിന്നെ 155 മൈനസ് 135 20, 175 മൈനസ് 135 40, 195 മൈനസ് 135 60. ഇനി ഈ ഡി ഐക്കൊക്കെ എച്ച് കോമൺ ആണ് അല്ലേ? അപ്പം എല്ലാത്തിനെയും നമുക്ക് എച്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം നമ്മളുടെ മെത്തേഡ് മാറും, സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ആവും. അതിൻ്റെ ഇക്വേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് ഡി ഐ കഴിഞ്ഞിട്ട് യു ഐ വരുന്നത്. എല്ലാത്തിനെയും ഒരു 20 കൊണ്ട് ഡിവൈഡ് ചെയ്യണം ക്ലാസ് എടുത്തുകൊണ്ട്. 60/20 3 മൈനസ് ഉണ്ടായതുകൊണ്ട് -3, 40/20 2 മൈനസ് 2, 20/20 -1 0/20 0, 20/20 1, 40/20 2, 60/20 3. അതിനുശേഷം FI/UI കാണണം. 4 × -3 -12, 5 × -2 -10, 13 × -1 -13, 20 × 0 0, 14 × 1 14, 8 × 2 16, 4 × 3 12. അതിനുശേഷം FI/UIയുടെ സമ്മ് കാണണം. സിഗ്മ FI/UI ഇതാ -12. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം. ഇതാ സമ്മൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാ 6 4 10, 10 2 12ക്ക് 2 വരും. ശിഷ്ടം 1 1 2 3 4 42 കിട്ടും. ഇനി നെഗറ്റീവ് നമ്പറുകൾ ആഡ് ചെയ്തിട്ട് മൈനസ് ചെയ്താൽ മതി അല്ലേ? ഇതാ 3 2 5, പിന്നെ 3 35. ഇതാ 42 35 പോയാൽ ബാക്കി എത്ര ഉണ്ടാവും? 7. പിന്നെ FI 68 എന്നുള്ളത് തൊട്ട് മുമ്പത്തതിൽ നമ്മൾ കണ്ടു. അപ്പം നമുക്ക് എല്ലാം കിട്ടിയില്ലേ? ഇനി സിഗ്മ FI/UI ഡിവൈഡർ ബൈ സിഗ്മ FI ആണ് യു ബാർ. ഓക്കെ. അപ്പം 7/68. ഇനി നമ്മൾ എക്സ് ബാർ കാണാൻ പോകണം കേട്ടോ. ദാ A + A 135, H 20 ആണ്. യു ബാർ നമുക്ക് കിട്ടി 7/68. ദാ ഇവിടെ 20നെയും 68നെയും ഞാൻ കട്ട് ചെയ്തു, 4 കൊണ്ട് കട്ട് ചെയ്തു. 20ൽ എത്ര 4 ഉണ്ട്? 5 എണ്ണം. 68നെ 4 ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 17 എന്ന് കിട്ടും. അതിനുശേഷം 5 × 7 ചെയ്യുക. 5 × 7 എത്രയാണ്? 35. ഇനി 35നെ 18 ഡിവൈഡ് ചെയ്യുക. ഓക്കെ. 35നെ 18 ഡിവൈഡ് ചെയ്യുമ്പോൾ 2.05 കിട്ടും. ഇനി 135ലോട്ട് 2.05 കൂട്ടുമ്പോൾ 137.05 കിട്ടും. അപ്പോൾ മീനായി 137.05, അത് 137.05. ഇനി മോഡ് കാണണം. മോഡ് കാണാൻ ഇക്വേഷൻ എന്താ? L + F1 - F0 ഡിവൈഡഡ് ബൈ 2F1 - F0 - F2 × H ആണ്. മോഡൽ ക്ലാസ് എന്ന് പറയുന്നത് ഹയസ്റ്റ് ഫ്രീക്വൻസി ഇതാ. ഹയസ്റ്റ് ഫ്രീക്വൻസിയാണ് മോഡൽ ക്ലാസ് വരുന്നത്. ഇനി ഇതിൽ വാല്യൂ കൊടുക്കുക. L 125 ആണ്. F1 എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് മോഡൽ ക്ലാസ്, അത് 20 ആണ്. ഇനി H എന്ന് പറയുന്നത് ക്ലാസ് എടുത്ത്, അതും 20 ആണ്. F0 എന്ന് പറയുന്നത് 13, F2 എന്ന് പറയുന്നത് 14. ഇനി ഇതിൽ വാല്യൂ ഇട്ട് കൊടുക്കുക. ഇനി 20 ന്ന് 13, നമ്മളിതൊക്കെ ഒരുപാട് വട്ടം ചെയ്താണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് പറയണത്. 20 ന്ന് 13 പോയാൽ നമുക്കിത് 7 കിട്ടും. 2 × 20 40, 13 17 14, 2 മൈനസ് ആണ്. അപ്പോൾ ആഡ് ചെയ്തിട്ട് മൈനസ് ഇടണം. ഇനി അടുത്ത സ്റ്റെപ്പിൽ 40 ന്ന് 20 പോയാൽ 13. ദെൻ 7 × 20 ചെയ്യുക, 140. പിന്നെ 140നെ 13 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10.76. 125ക്ക് 10.76 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 135.76. മീനും മോഡൊക്കെ നമ്മൾ ഒരു എക്സസൈസ് കംപ്ലീറ്റ് പറഞ്ഞതാണ്, അതുകൊണ്ടാണ് അതിങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകണം. നമ്മളിതിൻ്റെ എക്സസൈസുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മളൊരു പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ. ഇനി രണ്ടാമത്തെ ചോദ്യം, the median of the distribution given below is 28.5. find the values of x and y. ഇവിടെ ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ മീഡിയൻ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇവിടെ മിസ്സായിട്ടുള്ള എക്സും വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. ടോട്ടൽ എന്ന് പറയുന്നത് 60 ആണെന്ന് നമുക്ക് ടേബിളിൽ തന്നിട്ടുണ്ട്. ഓക്കെ. ഇവിടെ ഞാൻ CF എഴുതി കേട്ടോ. CF എന്ന് പറഞ്ഞാൽ 5 ആണ്. പിന്നെ 5ലോട്ട് ഇയാളെ കൂട്ടണം, അപ്പോൾ 5 + x. പിന്നെ 5ലേക്ക് 20 കൂട്ടി 25 + x, 40 + x, പിന്നെ 40 + x + y വരും. പിന്നെ 45 + x + y വരും. ഓക്കെ. ഇനി 45 + x + y എന്ന് പറയുന്നത് 60 ആണ്. അതായത് ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ കിട്ടുന്ന ലാസ്റ്റത്തെ ആളാണല്ലോ നമ്മളുടെ ഈ സം എന്ന് പറയുന്നത് 60. ഇതിൽ നിന്ന് നമുക്ക് x + y കണ്ടുപിടിക്കാം. ഈ 45നെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. അപ്പോൾ 60 - 45 നമുക്ക് 15 കിട്ടി. ഇക്വേഷൻ നമ്പർ 10 അല്ല, ഇക്വേഷൻ നമ്പർ 1 കേട്ടോ. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി മീഡിയൻ തന്നിക്കണേ 28.5 ആണ്. മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? L + n/2 - CF ബൈ F × H ആണ്. ആദ്യം നമ്മൾ n/2 കാണണം. അഥവാ 60/2 എന്ന് പറയുന്നത് 30 ആണ്.
അപ്പോൾ ഇതിൽ 30 മീഡിയം ക്ലാസ് ഞാൻ എടുത്തിട്ടുള്ള 20 ഇവിടെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നോക്കണേ, ഇതിനെയാണ് നമ്മൾ മീഡിയം ക്ലാസ് ആയിട്ട് എടുത്തത്. കാരണം 30 വരുന്നത്. ഇവിടെ 40+ ആണ്, 40ക്ക് എക്സ് കൂട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ 40ൻ്റെ മേലേക്കാണ് വരിക എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ 25 തൊട്ട് എത്ര വരെ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. ഇത് 40ൻ്റെ മേലേക്ക് പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അതിൻ്റെ താഴെയല്ലേ നമുക്ക് 30 കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 25+ എക്സിനെ മീഡിയം ക്ലാസ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി L 20 ആണ്. പിന്നെ CF എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ട് മുകളിൽ 5+ x ആണ്. പിന്നെ F എന്ന് പറയുന്നത് 20 ആണ്. H 10 ആണ്. വാല്യൂ കൊടുക്കുക. ഇതാ ഇത് ഇന്നതാ ഈ 20ഉം 10ഉം കട്ട് ചെയ്തിട്ട് ഇവിടെ 2 വരും കേട്ടോ. ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 5 - 5 ആയി, +x - x ആയി. ഇനി അടുത്തതിൽ 30ന്ന് 5 പോയാൽ 25 - x/2. ഈ 20ന് അപ്പുറം കൊടുന്നു. 28 - 5ന്ന് 20 പോയാൽ 8.5 കിട്ടും. അതിനുശേഷം ഈ 2ന് അപ്പുറം കൊണ്ടുവരാം. അപ്പോൾ 8.5 × 2 8.5 എന്ന് പറയുന്നത് എത്രയാണ്? 19 ആണ് വരിക, അല്ല 17 ആണ് വരിക അല്ലേ. 8 × 8 = 16, പിന്നെ ഒരു 17. ഓക്കെ, അപ്പോൾ 17. ഇനി ഈ -xന് അപ്പുറം കൊണ്ടുവരിക, ഈ 17ന് അപ്പുറത്തേക്ക് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേട്ടോ. അത് ഒരു സ്റ്റെപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ കേട്ടോ. 17 + x, അതിനുശേഷം 17ന് അപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ -17 ആവും. 25ന്ന് 17 പോയാൽ 8. അപ്പോൾ x 8 കിട്ടി. ഇനി അത് ഈ ഇക്വേഷനിൽ കൊടുത്താൽ മതി. ഈ 8 + y എന്ന് പറയുന്നത് 15, അതിൽ നിന്ന് y = 15 - 8, y = 7 കിട്ടും. അപ്പോൾ x = 8 എന്നും y = 7 എന്നും കിട്ടും. ഇനി മൂന്നാമത്തെ ചോദ്യം. An insurance agent found with the following data for the distribution of age of 100 policy holders. Calculate the median age of policies are given only to persons having age 18 years onwards but less than 60 years. 18 വയസ്സിന് മുകളിലോട്ടും 60 വയസ്സിന് താഴെയുള്ളവർക്കുമാണ് ഇവിടെ എന്ത് കൊടുക്കുന്നത്? ഇൻഷുറൻസ് കൊടുക്കുന്നത്. അതിൻ്റെ മീഡിയൻ കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇവിടെ ശ്രദ്ധിക്കട്ടോ, മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ ഞാൻ കൊടുത്തു. 100 ആളുകളാണുള്ളത്. അപ്പോൾ 100/2 50. 50 45, 2 വരെ 6 വരെ 24 വരെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ മീഡിയം ക്ലാസ് ഈ 78 വരുന്ന ആൾ 35 40ന് താഴെ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ ക്ലാസ്സുകൾ ഓരോന്ന് വരികയെന്ന് അറിയോ? ഇവിടെ നമുക്ക് 15 × 20, 20 × 25, 25 × 30, 30 × 35, 35 × 40. ഇതിൻ്റെ അർത്ഥമാണ് ബിലോ 40 എന്ന് പറയുന്നത്. ഓക്കെ, ബിലോ 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വെച്ചിട്ടാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ 5 വെച്ചിട്ട് എടുത്തത്. അപ്പോൾ 35 × 40. അതുകൊണ്ടാണ് ഞാൻ മീഡിയം ക്ലാസ് 35 × 40 എന്ന് എടുത്തത്. ഇനി നമുക്ക് ഓരോന്ന് ചെയ്താലോ. L 35 ലോവർ ലിമിറ്റ്. ഓക്കെ, CF എന്ന് പറയുന്നത് എത്രയാ? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണത് 45. ഓക്കെ, ഇനി F കാണാനും വേണ്ടിയിട്ട് ഞാനിവിടെ കാട്ടിയെന്താന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കൂട്ടിപ്പോണാണല്ലോ. അപ്പോൾ 2 6ന്ന് 2 കുറച്ചാൽ കിട്ടും അവിടുത്തെ ഫ്രീക്വൻസി. 4 × 6 കണ്ടോ. ഇനി 24ന്ന് 6 കുറച്ചാൽ അവിടുത്തെ ഫ്രീക്വൻസി കിട്ടും. 45ന്ന് 24 കുറച്ചാൽ അവിടുത്തെ ഫ്രീക്വൻസി കിട്ടും. ഇനി 21ക്ക് ഈ ഫ്രീക്വൻസി കൂട്ടുമ്പോഴാണ് 78 കിട്ടുക. അപ്പോൾ 78ന്ന് 45 കുറച്ച ആ ഫ്രീക്വൻസി. ഇത് ഓരോന്നും തൊട്ട് മുമ്പത്തെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഇങ്ങനെ മൈനസ് ചെയ്ത് പോയാൽ നമുക്ക് ലാസ്റ്റത്തെ നമ്പർ കിട്ടും. ഓക്കെ, ഇതാണ് ഇത്. ഇനി നോക്കിയാൽ ഇത് കറക്റ്റ് അങ്ങനെ വരുന്നത്. നമ്മൾ ഫ്രീക്വൻസികൾ ആഡ് ചെയ്യുമ്പോഴാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടുക. 2 2 4 6 കണ്ടോ. പിന്നെ 6 18 24 അല്ലേ. പിന്നെ 24 21 45, 45 33 78, 78 79 10 89, 89 3 92, 92 6 98, 98 2 100 അപ്പോൾ ക്യുമുലേറ്റീവ് തൊട്ട് മുകളിലെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസികൾ ഇങ്ങനെ മൈനസ് ചെയ്താൽ നമുക്ക് ആരെ കിട്ടും? ഫ്രീക്വൻസി കിട്ടും. ആദ്യം തന്നെ എഴുതി. പിന്നെ 6 - 2, 24 - 6, 45 - 24 അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഫ്രീക്വൻസിയും കിട്ടും. അപ്പോൾ നമുക്ക് ഇനി ഇവിടുത്തെ F പറയാലോ. മീഡിയം ക്ലാസ് വരുന്നത് എവിടെയാണ്? ഇവിടെയാണ് മീഡിയം ക്ലാസ് വരുന്നത്. എവിടെ? 35 × 40 ഇവിടെ. അപ്പോൾ ഇവിടുത്തെ ഫ്രീക്വൻസി എത്രയാണ്? 33 ആണ്. ഓക്കെ, ഇനി H എന്ന് പറയുന്നത് 5 ആണ്. ഇനി നമ്മളുടെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. 35 + 50 - 45/33 × 5. 50ന്ന് 45 പോയാൽ 5 ആണ്. ഇനി 5 × 5 25. 25നെ 33 ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 0.75. ഇനി 35ക്ക് 0.75 കൂട്ടുമ്പോൾ 35.75. വെരി സിമ്പിൾ. അടുത്ത ചോദ്യം.
നാലാമത്തെ ചോദ്യം, ദ ലെങ്ത് ഓഫ് 40 ലീവ്സ് ഓഫ് ദ പ്ലാന്റ് ആർ മെഷേർഡ് കറക്റ്റ് ടു ദ നിയറസ്റ്റ് മില്ലിമീറ്റർ ആൻഡ് ദ ഡാറ്റ ഒബ്റ്റൈൻഡ് ഈസ് റെപ്രസെന്റഡ് ഇൻ ദ ഫോളോയിങ് ടേബിൾ. ഫൈൻഡ് ദ മീഡിയൻ ലെങ്ത് ഓഫ് ദ ലീവ്സ്. ഓക്കെ, നമ്മൾ ഇതിനെ ചെയ്യാൻ പോകുന്ന മെത്തേഡാണ് കേട്ടോ. നമ്മൾ ഇതിനെ ആദ്യം എന്ത് ചെയ്യണം, അപ്പർ ലിമിറ്റ് എക്സ്ക്ലൂഡഡ് ക്ലാസ്സിലോട്ട് മാറ്റണം. നമ്മൾ ഇതിന് മുമ്പത്തെ വർക്ക് ഷീറ്റിലൊക്കെ ചെയ്ത പോലെ തന്നെ കേട്ടോ. അത് മാറ്റിയ മെത്തേഡാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. ഓക്കെ, ഇത് 126 127 ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം 1 ആണ്. അപ്പോൾ അതിൻ്റെ പകുതി ലോവർ ലിമിറ്റ് ഒന്ന് കുറക്കുക, അപ്പർ ലിമിറ്റ് കൂട്ടുക. അങ്ങനെയാണ് ഇത് ചെയ്യുക കേട്ടോ. 118 നിന്ന് 0.5 കുറച്ചാൽ 117.5, ഇതിലേക്ക് കൂട്ടുമ്പോൾ 126.5, കുറക്കുമ്പോൾ 126.5 135.5 135.5 144.5. ഇപ്പോൾ എക്സ്ക്ലൂഡഡ് ആയില്ലേ. ഇനി നമ്പറുകൾ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി കാണണം. 3 8 9 8 17 17 10 27 2 29 29 5 34 34 4 38 2 40. ഇനി നമ്മൾ ഇക്വേഷൻ കൊടുക്കുക, മീഡിയം കാണാൻ ഇക്വേഷൻ. n/2 കാണണം. 40ന്റെ പകുതി 20. എവിടെ 20 വരിക? എവിടെ 20 വരിക? ഇവിടെയാണ് 20 വരിക. 18 തൊട്ട് 29 വരെ. ഓക്കെ, അപ്പോൾ മീഡിയം ക്ലാസ് എന്ന് പറയുന്നത് 144.5 to 153.5 ആണ്. അപ്പോൾ ലോവർ ലിമിറ്റ് 144.5 ആണ്. ഇനി സി എഫ് എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ട് മുകളിൽ 17 ആണ്. അതിൻ്റെ തൊട്ട് മുകളിൽ 17 ആണ്. പിന്നെ എഫ് എന്ന് പറയുന്നത് ആ ക്ലാസിൻ്റെ ഫ്രീക്വൻസി 12 ആണ്. പിന്നെ എച്ച് എന്ന് പറയുന്നത് ഇവിടുത്തെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം 144 to 153 പറയുന്നത് 9 ആണ്. ഇതാ മീഡിയം കാണാനുള്ള ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു കേട്ടോ. എൽ പ്ലസ് n/2 n/2 20 ഒക്കെ കൊടുത്തു. സി എഫ് -17 ഒക്കെ കൊടുത്തു. 20 17/3 3നെയും 12നെയും നമുക്ക് എന്താക്കാം, ചെറുതാക്കാം. 1/4 കിട്ടും. 1 × 9 9 ആണ്. 9/4. ഇനി 9/4 ചെയ്താൽ മതി. 9/4 ചെയ്താൽ മതി. 2 4 8 ആണ്. 9 8 പോയാൽ 1 0 8 പോയിന്റ്. പിന്നെ 2 4 8 10 8 പോയാൽ 2 0 8 I 4 20 2.25. 144.5ക്ക് ഒരു മിനിറ്റ് ഞാൻ ഇവിടെ എഴുതി കാണിച്ചു കേട്ടോ. 144.5ക്ക് 2.25 ഇങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. ഇവിടെ ഒരു 0 കൊടുത്താൽ മതി. 5 7 6 4 1 146.75 കണ്ടോ. 146.75. അടുത്ത്, the following table give the distribution of the lifetime of 400 neon lamps. Find the median lifetime of the lamp. മീഡിയൻ ലൈഫ് ടൈം കാണണം. സി എഫ് കാണണം. നേരത്തെ പോലെ 14 14 6 20 20 50 70 70 60 130 130 6 136 80 216 216 4 220 220 70 290 292 60 352 352 8 360 40 400. ഓക്കെ, അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 400 കിട്ടി. ഇനി നമുക്ക് n/2 കാണണമല്ലോ. അഥവാ 400/2 200 കിട്ടും. 400ന്റെ പകുതി 200 കിട്ടും. n/2 = 200 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ n/2 നമുക്ക് 200 കിട്ടിയെങ്കിൽ ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എവിടെയാണ് 200 വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. നോക്കിയാൽ 14 വരെ ഇവിടെ പോയി, 70 വരെ ഇവിടെ പോയി, 130 വരെ പോയി, 131 തൊട്ട് 216 വരെ ഈ ക്ലാസ് ഇൻ്റർവെല്ലിലാണ് പെടുക. അപ്പോൾ ഇതാണ് നമ്മളുടെ മീഡിയം ക്ലാസ് 3000 to 3500 എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ എൽ എന്ന് പറയുന്നത് 3000 ആണ്, ലോവർ ലിമിറ്റ്. ഇനി സി എഫ് എന്ന് പറയുന്നത് 130, അതിൻ്റെ തൊട്ട് മുമ്പുള്ളത്. ഇനി എഫ് എന്ന് പറയുന്നത് 86, എച്ച് എന്ന് പറയുന്നത് 500 500 വെച്ചിട്ടല്ലേ ക്ലാസ് എടുത്ത് വരുന്നത്. ഓക്കെ, ഇനി അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം നമുക്ക്. 3000 + 200 അതാ ഓരോന്നും കൊടുത്തു. n/2 200 ആണ്, സി എഫ് 130 ആണ്, എഫ് 86 ആണ്, എച്ച് 500 ആണ്. 200 നിന്ന് 130 പോയാൽ 70 70/86 × 500. 70നെയും 86നെയും ചെറുതാക്കി. 70ന്റെ പകുതി 35, 86ന്റെ പകുതി 43. ഇനി 35/43 ചെയ്തു. 35നെ 43 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 35-ലില്ല, അപ്പോൾ ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്തു. 0. 350-ൽ 8 എണ്ണം വരുന്നുണ്ട് എന്നാ പറയുന്നത്. 43 × 8 3 24ക്ക് 4 2 4 8 32 32 3 32 2 34 കണ്ടോ.
8 വരും. ദെൻ 344. ഇനി 10 4 പോയാൽ 6. ഇവിടെ 4 4 പോയാൽ 0. അപ്പോൾ ഒരു 0 കൂടി 60. 60 എത്ര ഉണ്ട്? 1. നമുക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് 2 നമ്പർ എടുത്താൽ മതി കേട്ടോ. ഇനി 81 0.81 നമ്മൾ 500 കൊണ്ട് ഗുണിക്കണം. അഥവാ 81 × 5 ചെയ്യുക. 1 5 5. 8 5 40. 2 0 ഇട്ട് കൊടുത്തു. പോയിന്റ് കഴിഞ്ഞിട്ട് 2 നമ്പർ. അപ്പോൾ പോയിന്റ് ഇട്ടു. 405.00. പോയിന്റ് കഴിഞ്ഞിട്ട് 0ന് വാല്യൂ ഇല്ല. അപ്പം 405. 3000ക്ക് 405 കൂട്ടുമ്പോൾ 3405. അപ്പം അതുമായി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 6ാമത്തെ ചോദ്യം. 100 surnames were randomly picked up from a locality telephone directory and the frequency distribution of the number of letters in the English alphabet in the surnames was obtained as follows. Determine the median number of letters in the surname, find the mean number of letters and in the surname, also find the model size of the surnames. മീനും മീഡിയനും മോഡും കാണണം. ആദ്യം നമുക്ക് മീഡിയൻ കാണാം. മീഡിയൻ കാണാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വേണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഞാൻ ഇവിടെ എഴുതി. 6 30 6 36 36 40 76 76 6 82 10 92 92 6 94 92 4 96 96 4 100. ഇനി n/2 കാണണം. മീഡിയം ക്ലാസ് കാണണമെന്നുണ്ടെങ്കിൽ 100ന്റെ പകുതി 50. 50 ഇതിൽ വരും. 37 തൊട്ട് 76 വരെ. അപ്പോൾ മീഡിയം ക്ലാസ്സും ആയി. 7 to 10. L എന്ന് പറയുന്നത് 7 ആണ്. CF എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ട് മുകളിൽ 36 ആണ്. F എന്ന് പറയുന്നത് 40 ആണ്. H എന്ന് പറയുന്നത് 3 ആണ്. ഇനി ഇട്ടോടെ H എന്ന് പറയുന്നത് ക്ലാസ് വിടുത്താണ് കേട്ടോ. ഞാൻ H എന്നിങ്ങനെ പറഞ്ഞു പോകേണ്ടത് 1 4 3 4 7 തമ്മിലുള്ള വ്യത്യാസം 3 10 7 തമ്മിലുള്ള വ്യത്യാസം 3. അതാണ് H എന്ന് പറയുന്നത് കേട്ടോ. ഇനി വാല്യൂ ഇട്ട് കൊടുത്തു. 7 + 50 - 36 ഓരോന്നിനും L n/2ൻ്റെ സ്ഥാനത്ത് 50 അല്ലേ. n/2 50. CF എത്രയാ? 36. F 40. H 3. 50 നിന്ന് 36 പോയാൽ 14 വരും. ഇനി 14നെയും 40നെയും കട്ട് ചെയ്യുമ്പോൾ 14ൻ്റെത് 7 40ൻ്റെത് 20. 7/20 ചെയ്യുമ്പോൾ 0.35 കിട്ടും അല്ലേ. 7/20 ചെയ്യുമ്പോൾ 7ൽ 20 ഇല്ല. അപ്പോൾ 0. ഇവിടെ ഒരു പോയിന്റ് ഇട്ടു. 70ൽ 3 പ്രാവശ്യം വരും. 3 2 60. 0 7 6 പോയാൽ 1 10. 100ൽ 5 പ്രാവശ്യം വരും. 5 20 100. അപ്പോൾ 0.35. ഇനി 35നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3 15ക്ക് 5 ശിഷ്ടം 1 3 9 1 10. 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇടുമ്പോൾ 1.05 കണ്ടോ. 1.05. അതിക്ക് 7 കൂട്ടുമ്പോൾ 8.05. 7ക്ക് 1.05 കൂട്ടുമ്പോൾ 8.05. ഇതാണ് മീഡിയൻ. ഇനി മീന് കാണണം. മീന് കാണാൻ ഇതാ സിഗ്മ FI XI എന്ന് പറയുന്ന ഇക്വേഷനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം ഇവിടെ FI 100 ആയതുകൊണ്ട് ചെയ്യാൻ സുഖമായിരിക്കും നമുക്ക്. ആദ്യം XI കാണണം. XI എന്ന് പറയുന്നത് ഇതിൻ്റെ മിഡ് വാല്യൂ കാണണം. അതെങ്ങനെയാണ് കാണുക? ഇതിൻ്റെ വ്യത്യാസം 3 അല്ലേ. വ്യത്യാസം 3 അല്ലേ. അതിൻ്റെ പകുതി എല്ലാത്തേക്കും കൂട്ടുക. ഫസ്റ്റത്തേക്ക് 3ൻ്റെ പകുതി 1.5. 1ക്ക് 1.5 കൂട്ടുമ്പോൾ 2.5. ഇതിലേക്ക് കൂട്ടുമ്പോഴോ 5.5 8.5 11.5 14.5 17.5. ഇനി FI XI കാണണം. 25 × 6 ചെയ്യാം. 6 5 30ക്ക് 0 ഇഷ്ടം 3 2 6 12 3 15. ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇടുമ്പോൾ 15.0. ഇനി അതേപോലെ 55 × 3 ചെയ്യാം. 30 ആണല്ലോ. 3 ആയിട്ട് ചെയ്യാം. 3 15ക്ക് 5 ഇഷ്ടം 3 3 15 1 16. ഒരു 0 ഉണ്ടല്ലോ. ആ 0 ഇട്ട് കൊടുത്തിട്ട് പോയിന്റ് ഇടുമ്പോൾ അത് പോവും. 165. എല്ലാം അതേപോലെ തന്നെ. 8.5നെ 40 ആയിട്ട് ഗുണിക്കുമ്പോൾ 85നെ 4 കൊണ്ട് ഗുണിക്കുക. 4 20 ഇഷ്ടം 2 4 8 32 2 34. 40ൻ്റെ 0 ഇട്ട് കൊടുക്കുക. പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ. അപ്പം 340.0 അത് 340 ആയി. ഇനി 115.16 ചെയ്യുക. അപ്പോൾ നമുക്ക് 184.0 കിട്ടും. അതേപോലെ 144 145നെ 4 ആയിട്ട് ഗുണിച്ചിട്ട് ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇടുക. 175നെ 4 ആയിട്ട് ഗുണിച്ചിട്ടും ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇടുക. ഗുണിക്കുമല്ലോ നിങ്ങൾ. ഫസ്റ്റത്തെ 2 3 ഞാൻ ഗുണിച്ച് കാണിച്ചു. ബാക്കി നിങ്ങൾ ഗുണിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതെല്ലാം കൂടി കൂട്ടുക. FI XIകളെല്ലാം കൂടി കൂട്ടുക. അത് കൂട്ടുമ്പോൾ നമുക്ക് 832 എന്ന് കിട്ടും. FIകൾ കൂട്ടുമ്പോൾ 100 ആണെന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ 832/100 100 കൊണ്ട് ഹരിക്കുമ്പോൾ 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാൽ മതി. അപ്പോൾ 8.32. ഓക്കെ. അപ്പോൾ 8.32 എന്ന് കിട്ടും.
ഇനി മോഡ് കാണണം. അത് നമ്മുടെ ഇക്വേഷൻ അറിയാലോ, L+F1 - F0 എന്ന് പറയുന്ന ഇക്വേഷൻ കൊടുക്കണം. ഇതാ 7/10 ആണ്, കാരണം അതിനാണ് ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്നത്. ഇനി ഓരോ വാല്യൂസ് കൊടുക്കുക. L എന്ന് പറയുന്നത് 7 ആണ്, F1 H 3 ആണ്, F1 40 ആണ്, F0 30 ആണ്, F2 16 ആണ്. കൊടുത്തു. 40 30 പോയ 10, 2 × 40 80 ആണ്, 2 × 40 80 ആണ്, 30 16 46 ആണ്, 80 46 പോയ 34 കിട്ടും. ഇനി 10നെയും 34നെയും കട്ട് ചെയ്യുമ്പോൾ 0.29, അതിനെ 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.87, അപ്പോൾ 7.87. ഈ മീഡിയനും മീനും മോഡൊക്കെ നമ്മൾ ഓൾറെഡി ഒരു വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് നമ്മൾ ചെയ്താണ് കേട്ടോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ കരുതുന്നു. ആ വീഡിയോസൊക്കെ നമ്മളുടെ ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. 13.1 മീൻ ചെയ്താണ്, 13.2 മോഡും ചെയ്താണ്, ഇപ്പോൾ 13.3 മീഡിയനാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, the last question, find the distribution below gives the weight of 30 students of a class. Find the median weight of the student. ഈ സ്റ്റുഡൻസിൻ്റെ മീഡിയൻ വെയിറ്റ് കാണണം. മീഡിയൻ ആണ് കാണേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണണമല്ലോ. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെ? 2 2 3 5 5 8 13 13 6 19 19 6 25 25 3 28 28 2 30. ഓക്കെ, ഇനി n/2 കാണണം. 30/2 15. ഇതിലെവിടെയാ 15 വരിക? 13 വരെ അതിൽ പോകും, 14 തൊട്ട് 15 വരെ ഈ ക്ലാസ് ആണ്. അപ്പം മീഡിയം ക്ലാസ് കിട്ടിയ എത്രയാ? 55/60. അതിൽ L എന്ന് പറയുന്ന 55, CF എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ട് മുമ്പുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 13, F എന്ന് പറയുന്നത് ആ ക്ലാസിൻ്റെ ഫ്രീക്വൻസി 6, H എന്ന് പറയുന്നത് എത്രയാ? 5 ആണ്. ഇനി ഇട്ട് കൊടുത്തു. 55 + 15 - 13/6 × 5. 15 ന്ന് 13 പോയ 2, 2/6 എന്ന് പറഞ്ഞാൽ 1/3 ആണ്. 1നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? 0.33 ആണ് കിട്ടുക അല്ലേ? 0 10ൽ 3 ആണ്, 0.33 എന്ന് കിട്ടും. അതിൽ നമ്മൾ 0.33 എടുത്തു. ഇനി 33നെ 1നെ 3 ആയിട്ട് ഹരിക്കുമ്പോൾ മനസ്സിലായല്ലോ. 1നെ 3 ആയിട്ട് ഹരിക്കുമ്പോൾ 1ലില്ല, 0 ഇട്ടു. അപ്പോൾ ഇവിടെ ഒരു 0 ഇട്ട് പോയിന്റ് ഇട്ടു. 10ൽ 3 വട്ടം 3 9, വീണ്ടും 1 വരും, ഒരു 0 ഇട്ടു, 3 9, വീണ്ടും 0 വരും, അങ്ങനെ പോകും. അപ്പോൾ 0.33 × 5. ഇനി 33നെ 5 കൊണ്ട് ഗുണിച്ചാൽ മതി. 3 15, 15 1 16, 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം. അപ്പോൾ 1.65. 55ലോട്ട് 1.65 കൂട്ടുമ്പോൾ 56.65. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മീഡിയൻ കിട്ടിയില്ലേ? എത്ര ഇതിൻ്റെ മീഡിയൻ? 56.65. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് മീഡിയനായിട്ട് കേട്ടോ. മീഡിയനും നമ്മൾ ചിലതൊക്കെ പെട്ടെന്ന് പറഞ്ഞിട്ടാണ്. ഈ ഹരണം അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുള്ള വിശ്വാസത്തിൽ, കാരണം നമ്മൾ ഈ മീനും മോഡൊക്കെ പറയുന്ന സമയത്ത് കുറേ ഹരണമൊക്കെ ചെയ്താണ്. അതിൻ്റെ ഒക്കെ വീഡിയോ നമ്മളുടെ പ്ലേലിസ്റ്റിലുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ ഈ മീനും മീഡിയനും മാത്രമല്ല, നമ്മൾ ഇതുവരെ ചെയ്ത ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് എക്സസൈസ് 1.1 തൊട്ട് എക്സസൈസ് 13, ഇപ്പോൾ നമ്മൾ 13.3 നമുക്കൊരു ചാപ്റ്ററും കൂടിയാണ് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളുടെ PYQ ക്വസ്റ്റ്യൻസും സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെക്ക് ചെയ്യണം. സോ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ. നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളിവിടെ തീർന്നു. ഇനി നമുക്ക് അടുത്ത് പ്രോബബിലിറ്റിയാണ്. മീന്, മീഡിയൻ, മോഡ്. ഓക്കെ, ഇതുപോലെ ഒരു എംപെരിക്കൽ ഫോർമുല ഉണ്ട്, അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ചോദിക്കാറുണ്ട്, അതും ചെക്ക് ചെയ്യണം. പിന്നെ മീന്, മീഡിയൻ, മോഡ്, ഈ 3 കൺസെപ്റ്റുകളാണ് മെയിനായിട്ട് നമുക്കിതിൽ പഠിക്കാനുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന 3 എക്സസൈസുകളും നമ്മൾ ചെയ്തു. അപ്പോൾ എല്ലാം ഒന്ന് സ്വയം ഒന്ന് വർക്കൗട്ട് ചെയ്യുക. എന്നിട്ട് ഈ ഭാഗത്ത് നിന്ന് മീനും മീഡിയനും കാണാനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. നമ്മൾ ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ തന്നെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ എന്ത് ചെയ്യാൻ പറ്റും? പരിചയപ്പെടാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മളുടെ എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻസുകൾ കംപ്ലീറ്റ് നമ്മൾ ചെയ്തു. ഇനി നമുക്ക് പ്രോബബിലിറ്റി, അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ മാക്സിമം കവർ ചെയ്യാം നമ്മുടെ എക്സാമിന് മുമ്പായിട്ട്. സോ കീപ് വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. See you soon. Bye bye.